The Bluetooth device is ready to pair. Hello, 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 tick, hello. എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മുടെ ആംപ്ലിഫയറിന്റെ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു പുതുമയുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും പരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് പഗാരിയ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് പാനലുകളായാലും പലവിധ റിമോട്ടുകളായാലും പിന്നെ അതുപോലെ DVD പ്ലെയർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം ഒരു പുതിയൊരു മൊഡ്യൂൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ല. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറയാം. അതിന് മുന്നേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പലരും ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടാറുണ്ട്. ആക്ച്വലി ഒരു ബ്ലൂടൂത്ത് പാനൽ വാങ്ങി അതിലൊരു SMD നമ്മുടെ ആംപ്ലിഫയർ കണക്ട് ചെയ്ത് ആംപ്ലിഫയർ നമ്മളിപ്പോൾ എന്താ പറയുക ചിലപ്പോൾ ക്ലാസ് ഡി ആയിരിക്കും അതിൽ വാങ്ങി കളക്ട് ചെയ്യണേ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ നോയ്സും പ്രശ്നങ്ങളൊക്കെ കാരണം FM കിട്ടാതിരിക്കുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു സെപ്പറേറ്റ് BMS ഇത് ചെയ്യണം. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരു ട്രോളി സ്പീക്കർ ഉണ്ടാക്കണം. അപ്പോൾ മൈക്ക് കണക്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു സിമ്പിളായിട്ടുള്ള ട്രോളി സ്പീക്കർ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ കണക്ക് കൂട്ടിയിട്ട് പഗാരിയ എന്നുള്ള ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു USB മൊഡ്യൂളാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, വളരെ കുറച്ചായിട്ടുള്ളൂ. നമ്മൾ മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ചുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നടപടികൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ കാണിച്ചിട്ടുള്ള ടൈപ്പാണ് അതിൻ്റെ മൊഡ്യൂള്. സാധാരണ വരുന്ന മൊഡ്യൂളിനേക്കാളും കുറച്ച് സൈസ് ഉണ്ട്. അത് എന്തുകൊണ്ടൊക്കെയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒരു എന്താ പറയുക ഒരു വോളിയം കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് വെക്കണം, അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ച് വേണം, പിന്നെ ബ്ലൂടൂത്ത് പാനൽ വെക്കണം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ബാറ്ററിക്ക് BMS നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കണം, അതേപോലെ മൈക്കിന് വേറെ കൺട്രോൾസ് വേറെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് പാനലാണത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നെയ്ക്കഡ് ടൈപ്പ് ഇതിലാണ് വരുന്നത്. സെപ്പറേറ്റ് കവറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമ്മളുടെ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ പാനൽ ഡിസൈൻ ചെയ്ത് അയച്ചു തരും. അഡീഷണൽ കോസ്റ്റോടുകൂടി വേറെ ഡിസൈൻ ചെയ്ത് അയച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പാനൽ ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. കാരണം കസ്റ്റമർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ പാനൽ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്തൊക്കെ രീതിയിലാണ് അതിൻ്റെ ഇൻപുട്ട് എന്നുള്ളതിലേക്ക് വരാം. ഒന്ന് പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് വരുന്നത് USB, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ഓക്സ് ഇൻപുട്ട്. അതേപോലെ തന്നെ നമുക്കൊരു മൈക്കിൻ്റെ സോക്കറ്റ് നമുക്ക് ഇതിൽ ബിൽറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ ആക്ച്വലി ഒരു എലിവേറ്റഡ് ടൈപ്പ് ഒരു ഇതിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ള. ഈ ഡിസ്പ്ലേ ആക്ച്വലി നമുക്ക് ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത് വയറിട്ട് ലൂപ്പ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വേണമെങ്കിൽ ആ ഡിസ്പ്ലേ സ്റ്റിക്ക് ചെയ്യാം. അതേപോലെ തന്നെയാണ് അതിൻ്റെ IR സെൻസർ. നമുക്ക് IR സെൻസർ വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ക്യാബിനറ്റിന് ഇഷ്ടമുള്ള സൈസിലേക്ക് നമുക്ക് വെക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ മൗണ്ടിങ് വന്നിട്ടുള്ളത്. ഇത് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഒരുമാതിരി നല്ല രീതിയിലുള്ള ഫ്രീഡം കൊടുക്കുന്ന രീതിയിലാണ്. അവരുടെ എന്താ പറയുക ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിൽ ഐഡിയക്ക് അനുസരിച്ച് എവിടെ വേണമെങ്കിലും നല്ല രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓൺ ഓഫ് സ്വിച്ചോട് കൂടിയിട്ടുള്ള കൺട്രോൾ വോളിയം കൺട്രോൾ ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ബേർഡൻ നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്കിന് വേണ്ടിയിട്ട് മൈക്കിൻ്റെ വോളിയം അതുപോലെ തന്നെ എക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ 2 കൺട്രോൾസ് നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടൈപ്പ് ഒരു കുഴപ്പമില്ലാത്ത ടൈപ്പ് ക്വാളിറ്റിയുള്ള ബോക്സ് ടൈപ്പ് കൺട്രോൾ ഇമ്പോർട്ടഡ് ടൈപ്പ് കൺട്രോളറാണ് നമ്മൾ ഇതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാം പഗാരിയ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇതിൻ്റെ അകത്ത് സെയിം ബ്ലൂടൂത്ത് മൊഡ്യൂളുകളിൽ വരാവുന്ന ടൈപ്പ് പ്രോസസ്സിംഗ് IC തന്നെയാണ്
അപ്പോൾ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മോണോ ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഈ ട്രോളി സ്പീക്കേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മോണോ ടൈപ്പ് ഔട്ട്പുട്ടാണ്. നമ്മളിതിൽ കൂടുതൽ ഇത് നോക്കിയിട്ടില്ല, ചകഞ്ഞ് നോക്കിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും സ്റ്റീരിയോ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും എന്നുള്ള തന്നെയാണ് വിശ്വാസം. ഇത് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. കാരണം നമ്മളും ഫുള്ളായിട്ട് ഈ ഒരു ബോർഡ് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കി ബ്ലൂടൂത്ത് പാനലിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ്. ട്രോളി സ്പീക്കറും ഒരെണ്ണം ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പർപ്പസുകൾക്കും ഇത് ആപ്റ്റാണെന്ന് അറിയാം. ഇതെല്ലാം ഇതിൽ നിന്ന് സ്റ്റീരിയോ എടുക്കാനുള്ള കണക്ഷൻസ് ബാക്കിയുള്ളവരും അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ വീഡിയോയുടെ ഇതിൽ കമൻറ്റിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. അതേപോലെ തന്നെ അടുത്തൊരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു BMS സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. BMS ആക്ച്വലി അറിയാമല്ലോ, നമുക്ക് സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കറുകളിൽ ബാറ്ററിയുടെ സപ്പോർട്ടോടുകൂടി ഒരു റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് സപ്പോർട്ടോടുകൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബാക്കപ്പ് കാര്യങ്ങൾ കിട്ടും. ഇവിടെ 2 ബാറ്ററി കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു 2S ടൈപ്പ് ഒരു BMSയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ആംപ്ലിഫയർ സെക്ഷൻ. നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാകുമ്പോൾ സെപ്പറേറ്റ് ഒരു ആംപ്ലിഫയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു 2 വാട്ട് 3 വാട്ടൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു മോണോ ആംപ്ലിഫയർ നമ്മൾ ഇതിൽ പഗാരിയുടെ ഇതിൽ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരുമാതിരി നല്ല രീതിയിലുള്ള വോയിസ് ക്ലാരിറ്റി ആക്ച്വലി ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. The Bluetooth device is ready to pair. Hello. Hello. Hello, check. Hello. Hello. Hello, check. Hello. 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 Hello, check. Hello. 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 Hello, check. Hello.